Welcome to the second part of the crash quiz we are doing for cracking the PLUSONE APIC, in which we are translation page number 34. Page number 34. The question. Agra Fort is one of the richest historical monuments in India. It is situated on the west bank of River Yamuna. The greatest Mughal emperor Akbar started his work in 1565 when he was only 23 years old. The Amar Singh Gate is the main entrance to this fort. ഇതിൻ്റെ അറബി ട്രാൻസ്ലേറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഈ ക്രാഷ് കോഴ്സിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൽഅത്തു ആഖിറ ഇഹ്ദ അൽ ആസാറു അത്താരിഖിയ അൽ അനിയ ഫിൽ ഹിന്ദ് വഹിയ തഖ്ദു അലാ സാതിഹി അൽ അറബി ലിനഹരി യമുന ബദഅ അൽ മുഊലി അൽ അഅ്ലം അക്ബർ ബിനാഅ സനതി 1565 മീലാദിയ വഹുവ ഫി 23 മിൻ ഉംരിഹി ബവാബത്ത് അമർ സിംഗ് മദ്ഖൽ റഈസിയ ലിഹദിൽ ഖലഅ. ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫിഖറത്തുൽ أبيات التالية ودعوا التفهم جانبا فالخير أن لا تفهموا وتسددوا في جهلكم والشر أن تتعلموا. മഅറൂഫ് റുസാഫിയുടെ നാമു വലാ തസ്തൈഖിലു എന്ന പദ്യത്തിൽ നിന്നെടുത്ത വരികളാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? യഖൂലു അശ്ശാഇറു ലിഖൗമിഹി മആതിബൻ അലാ അഅ്മാലിഹിം യാ ഖൗം വാജിബുൻ അലൈക്കും അൻ തദ്റുകു അത്തഅല്ലുമ വത്തഫഹുമ ഫസാലിക ഖൈറുൽ ലക്കും ലഅല്ലക്കും തുഫ്ലിഹൂൻ വബാഖൂ ഫീ ജഹ്ലിക്കും വഇൻ തഫഹമു ശൈഅ ഇന്നൽ ഫഹ്മു ശർറുൽ ലക്കും. അടുത്തതായിട്ട് മാഹിയ അർക്കാനു തശ്ബീഹ്. അർക്കാനു തശ്ബീഹ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഇതായിരിക്കുമെന്ന്, ഗ്രാമർ പാർട്ടിൽ ഇതായിരിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ അതിലും 90% നിങ്ങൾക്ക് വിശ്വാസം നൽകുകയാണ്. അടുത്തത് അർക്കാനിൽ ഫസ്റ്റിലത്തെ റുക്കിനാണ് മുഷബ്ബിഹ്, രണ്ടാമത്തേത് മുഷബ്ബിഹ് ബിഹി, മൂന്നാമത്തേത് ആദാത്തു തശ്ബീഹ്, നാലാമത് വജൂദു ശബഹ്. ഇതിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പേജ് നമ്പർ 23 നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റിലത്തെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റിലത്തെ അതായത് അലിയു കൽ അസദി ഫി ഷജാ എന്ന ഉദാഹരണമാണ് എടുത്തിരിക്കുന്നത്. അലിയു കൽ അസദി ഫി ഷജാ എന്ന ആ ക്വസ്റ്റ്യനിൽ അത് അലിയാണ് മുഷബ്ബിഹ്. ആരോടാണ് ഉപമിക്കുന്നത്? സിംഹത്തോടാണ് ഉപമിക്കുന്നത്. അതാണ് അസദ്. അപ്പോൾ മുഷബ്ബിഹ് ആരാണ്? അസദ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉപമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ക എന്നുള്ളതാണ്. പോലെ എന്ന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ക എന്നാണ്. സോ അതാണ് ആദാത്തു തശ്ബീഹ്. ആദാത്ത് എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നറിയാം. ഓക്കെ, ഷജാഅത്ത് എന്നുള്ളതാണ് ഇവിടെ എന്ത്? വജ്ഹു അശ്ശബ. എവിടെ നിന്ന? യുദ്ധത്തിലാണ് സിംഹത്തെ പോലെ അസദാവുന്നത്, അലിയാകുന്നത്. രണ്ടാമത്തെ ഉദാഹരണം എടുത്തു നോക്കാം. വജു ഇർഫാനും കൽ ബദ്രിൽ മുനീരി ഫിൽ യാഇ. ഓക്കെ, നിങ്ങൾ പുസ്തകം എടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും വജുഹു ഇർഫാനാണ് ഇവിടെ എന്ത്? മുഷബ്ബിഹ്. ബദ്ർ എന്നുള്ളത് എന്താണ്? മുഷബ്ബിഹ്. ക എന്നാണ് ഇവിടെ എന്ത്? ആദാത്തു തശ്ബീഹ്. ഉലിയാഹ് എന്നത് വജുഹു ശബ്ബ് ആണ്. മൂന്നാമത്തെ ഉദാഹരണത്തിൽ ഖുൽഖു ജാസിം കൽമാഇ ഫി ഫഹാഇ എന്നാണ്. അതിൽ ഖുൽഖു ജാസിമാണ് എന്ത്? മുഷബ്ബിഹ്. മാ എന്താണ്? മുഷബ്ബിഹു ബിഹി ആണ്. ക എന്നുള്ളത് ആദാത്തു തശ്ബീഹ് ആണ്. സിഫാഹ് എന്നുള്ളത് എന്താണ്? ഫഹാഹ് എന്നുള്ളത് എന്താണ്? വജുഹു ശബ്ബ് ആണ്. നമുക്കറിയാം നമ്മുടെ പാഠത്തിൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണിത്. ഇതിൻ്റെ മുഴുവനാണ് പറഞ്ഞു തരുന്നത്. ഇത് കണ്ടിട്ട് ആരും കോപ്പി അടിക്കാൻ നിൽക്കണ്ട. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഖൈറുള്ള കേരള NK അഹമ്മദ് മൗലവി. രണ്ടാമത്തത് കണ്ണൂർ കടവത്തൂർ NK അഹമ്മദ് മൗലവി. മൂന്നാമത് വീണ്ടും മദീനത്ത് അൽ ഉലൂം ദാറുൽ ഉലൂമാണ്. ഷമ്മീൻ ആരാണ് അറബിയിലേക്ക് ആക്കിയത്? മുഹിയുദ്ദീൻ ആലുവായിയാണ്. റൗളത്തുൽ ഉലൂമാണ്. ഈ സന്ദർഭത്തിൽ മുഹിയുദ്ദീൻ ആലുവായിയുടെ ഒരു പ്രൊഫൈല് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് കൃത്യമായി പഠിക്കുക. മുഹിയുദ്ദീൻ ആലുവായി വലിയത്തുനാടാണ്, ആലുവായിലാണ്. അൽ ബാഖിയാത്ത് സ്വാലിഹാത്ത് മുഹിയുദ്ദീൻ ആലുവായിയാണ് പഠിച്ചത്, ദാറുൽ ഉലൂമാണ്. സൗത്തുൽ ഹിന്ദ് ജാമിഅൽ അസ്ഹർ അതും മുഹിയുദ്ദീൻ ആലുവായിയാണ്. അൽ ഖലീജ് അൽ യൗം മുഹിയുദ്ദീൻ ആലുവായിയാണ്, സൗത്തുൽ ഹിന്ദിലാണ്. അത് മുഹിയുദ്ദീൻ ആലുവായി 1925 ജനിച്ചു, 1996 മരിച്ചു. റിഹാലത്തു സൗദിയ അബുൽ യാസിയുടെ ഒരു പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റാണ്. പൂവാർ അദ്ദേഹം സന്ദർശിച്ച സ്ഥലമാണ്. ബത്തു കടല പപ്പടം യാസ് അദ്ദേഹം തിന്ന ഭക്ഷണങ്ങളുടെ സംഭവമാണ്. തശ്ബീഹ് മുഷബ്ബിഹ് മഅറൂഫ് റുസാഫി 1875 ജനിച്ചു, 1945 മരിച്ചു. അദ്ദേഹം എഴുതിയ കവിത നമുക്കറിയാം 1925 ദീവാനു അർ റുസാഫി. ദഫുൽ ഹജ്ന വെച്ചാൽ ദഫഹ് എന്ന് പറഞ്ഞ പ്രതിയാണ്. അപ്പോൾ ദീവാ റുസാഫി ആണ് ഓർമ്മിച്ച് വെക്കുക. ഇതൊരു ട്രിക്കാണ്. ദഫഹ് പ്രതിരോധമാണ്. അദ്ദേഹം
നമ്മുടെ നാമു വലാത്ത സ്തേക്കുള്ളൂ എന്ന കവിതയിലൂടെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഉണർത്തുന്നത്. അത് തന്നെ ദഫ അത് ഓർമ്മിച്ച് വെക്കുക. മൊറൂസ് റുസാഫി ആൻഡ് ഷുർത്തി അൽ മുറൂർ മഹ്മൂദ് തൈമൂർ ആണ് എഴുതിയത്. ഹമ്മൂദയാണ് അതിലെ ക്യാരക്ടർ. ഷുർത്തി അൽ മുറൂർ അൽ മസ്ലൂർ ഹമ്മൂദയാണ്. ഓക്കെ. മഹ്മൂദ് തൈമൂർ അൽ ഉസ്റത്തു തൈമൂരിയ അഹമ്മദ് തൈമൂർ ബാഷ ജാഹിസ മജ്മ അൽവാദ് ജാഹിസ അദ്ദൗലത്തു തഖ്ദീരിയ മഹ്മൂദ് തൈമൂർ ഓർമ്മിച്ചുക. ജാഹിസ മജ്മ അൽവാ ജാഹിസ അദ്ദൗലത്തു തഖ്ദീരിയ മഹ്മൂദ് തൈമൂറാണ്. ലുഅത്തു അല്ലാദ് ലുഅത്തുൽ അറബിയ ലുഅത്തു സാമിയായ ഭാഷയാണ്. പണ്ടേയുള്ളൊരു സെപ്റ്റിക്കായ ഭാഷയാണ്. ലാ തലുംനി ഹലീം ദമ്മൂസ് ജരീദത്തു അല്ലയ്യാമാണ്. ഹലീം ദമ്മൂസ് 1888 ജനിച്ചു, 1957 ജനിച്ചു. അക്കൊല്ലം ഇമ്പോർട്ടൻ്റ് അല്ലേ? ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. അൽ അയ്യാം യഖ്ലത്തു അറൂഹ് തഹ്മാലാത്ത് അത്വലഹ് സഹദ് റത്ബ്. ത്വലഹ് സഹദ് റത്ബ് എന്നത് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ 3 ഘട്ടങ്ങളാണ്. ഞാൻ പറഞ്ഞു തരാം. കായ് ആവുകയാണ്, റുത്തുബ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ആവുകയാണ്. ഓക്കെ. പിന്നെ തമ്പ്ര എന്ന് പറഞ്ഞാൽ കാരക്കയാകുകയാണ്. റത്തുബ് എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള ഇതാണ്. 3 ഘട്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ത്വലഹ് എന്ന് പറഞ്ഞാൽ കൊലയ്ക്കുകയാണ്. ഓക്കെ. അവ്വലൽ അളബി ജുനൂനുൻ. ഓക്കെ. ആ ഒരു തത്വമാണ്, ഹുക്കുമാണ്. ഖൈറുൽ ഉമൂരി ഔസതുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്, നമ്മുടെ സുന്നത്താണ്. അൽ തജ്രിബത്തു അൽ ഇൽമുൽ കബീർ. ഉമ്മു സലമ അബൂ സലമ സലമ. സാദുർ റക്കബ് ആരാണ്? ഉമ്മു സലമയാണ്. പാഠഭാഗം ഒരിക്കൽ വായിച്ചവർക്ക് തന്നെ മനസ്സിലാകും. ഹിന്ദ് ബിന്ത് അബി ഉമ്മിയയാണ്. പ്രൊഫൈൽ എന്തൊക്കെ എഴുതാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാം. ഉസ്മാൻ ബിൻ തൽഅ ഉമ്മു സലമ. ഖബീലത്ത് ഉമ്മു സലമയാണ്. അത്തദഖീൻ അൽ ഖംർ അൽ മുഖദ്ദിറാത്ത് കുല്ലു മുസ്കിറുൻ ഹറാമുൻ ഹദീസാണ്. താരിഖ് ബിൻ സിയാദ് ഫാത്തിഹുൽ അൻദലൂസ് മൂസ ബിനു. ഇവിടെ നുസൈർ എന്നുള്ളത് എന്താണ്? റെഡിക്ക് നുസൈർ ശരിയാണ്. ഇനി അജിബ് ലി അസ്അലത്തിൽ ആത്തിയത്തായുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമേക്കാം. മൈ യുഅരിഫു ബി ഇസ്മി ഫാത്തിഹുൽ അൻദലൂസ്. നമുക്കറിയാം ആരാണ്? താരിഖ് ബിൻ സിയാദാണ്. മൻ കതബ അൽ മല്ലൂമ ഖൈറുള്ള. എനിക്ക് അഹമ്മദ് അൽ മൗലവിയാണ്. മൻ ഹുവ അൽ ഖതീബുൽ അൽ മാഹിർ. താരിഖ് ബിൻ സിയാദാണ്. മനില്ലദി അമറ ലിൽ ഖിതാലി ലി താരിഖ് ബിൻ സിയാദ്. ആരാണ് കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് താരിഖ് ബിൻ സിയാദിനെ അയച്ചത്? അന്നത്തെ രാജാവ് മൂസ ബിൻ നുസൈറാണ്. മാഹിയ അൽ മല്ലൂമത്ത് തുഷീറു ലുഹുബിൽ ലുഅത്തിൽ അറബിയ ലാ തലുംനി. യുജിദ് ഹലിം ദമ്മൂസാണ്. മൻ കാന സ്വാഹിബു അൽ മുക്കഹ ഫിൽ കാഹിറ ബിയൗമി മുഹമ്മദാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പുസ്തകത്തിൽ ഒരു ഉള്ളിനുള്ളിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് പലർക്കും മനസ്സിലാകില്ല. മൻകാന സ്വാഹിബു അൽ മുഖഹി ഫിൽ കാഹിറ യൗമി മുഹമ്മദാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ പോട്ടെ. 8ാമത്തെ ക്വസ്റ്റ്യൻ മൻകാന സൗജു ഉമ്മു സലമ. അബൂ സലമയാണ്. മൻ ലദി ഫാഅദ ലി ഉമ്മി സലമ ലി സാഹിബി ഇല സൗജി ഉസ്മാൻ ബിൻ തൽഅയാണ് സഹായിച്ചത്. മൽ മുറാദു ഖൈറുള്ള. ഖൈറുള്ള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളിയാണ്. അയിന വുലിദ എനിക്ക് അഹമ്മദ് അൽ മൗലവി അലുവായിലാണ്. അയിന വുലിദ എനിക്ക് അഹമ്മദ് അൽ മൗലവി കടവത്തൂരാണ്. മുക്കാത്ത് കണ്ണൂരാണ്. ആലുവായിൽ ജനിച്ചത് അബക്കരിയായ ആരാണ്? ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായിയാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മുഹിയുദ്ദീൻ ആലുവായി എന്നുണ്ട്. അതുകൊണ്ട് മാറിപ്പോകരുത്, സംശയം ഉണ്ടാകാം. മൽ മുറാദു ലോത്തുല്ലാദ് അറബി. ലോത്തു അറബിയാണ്. മൻ ഹുവ സാഹിബു ഷുർത്തി അൽ മുറൂർ. ഷുർത്തി അൽ മുറൂർ എഴുതിയതാരാണ്? മഹ്മൂദ് തൈമൂറാണ്. മൻ ഹുമു ഷഖ്സിയ. ആരാണ് ക്യാരക്ടർ? ഷുർത്തി അൽ മുറൂർ ഹമ്മൂദയാണ്. ഗ്രാമർ പാർട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് തശ്ബീഹ് ഉണ്ട്. തശ്ബീഹ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഹുറൂഫുൽ ജവാസിം. ഹുറൂഫുൽ ജവാസിം എന്ന് പറഞ്ഞാൽ ജസ്മ് ചെയ്യുന്ന ഹർഫുകളാണ്. ലം, ല, ഇൻ, ലമ്മ. ഓക്കെ. അതിന് ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു. ലം യലിദ്. ഓക്കെ. ഇത് ദാലിന് എന്ത് ചെയ്തിരിക്കുന്നു? സുക്കൂന് ചെയ്തിരിക്കുന്നു. ലം യദ്ഹബ്. ഓക്കെ. ബാക്ക് എന്ത് ചെയ്തിരിക്കുന്നു? സുക്കൂന് ചെയ്തിരിക്കുന്നു. ഹുറൂഫ് അൻ നവാസിബ് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾ ഇൽ, ലൻ, ഇസൻ, കൈ. ഇല്ലൻ കൈ, ഇല്ലൻ കൈ ഇസൻ. ഓക്കെ. ഇല്ലൻ കൈ ഇസൻ. ഐ യസ്ഹബ, ഐ യക്തബ. ആരാണ്? മനാസിബാണ്, നവാസിബാണ്. മനസ്സിലാക്കി വെച്ചോളൂ. നസ്ബാണ് ചെയ്യുക. അല്ലൻ കൈ ഇസൻ. ഇവിടെ 4ാമത്തത് അൽ മുബ്തദി വൽ ഖബറാണ്. മുബ്തദി ഖബറും തിരിച്ചറിയുക. അൽ വലദ് നായിമുൻ. അതിൽ ആരാണ്? മുബ്തദി വലദാണ്. നായിമുൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശേഷമാണ്, ഉറങ്ങുകയാണ്. ഓക്കെ. അൽ ലിസാനു ലൈസ അളുമുൻ. ലിസാൻ എന്ന് പറഞ്ഞാൽ നാവ് ഒരിക്കലും ഒരു എന്തല്ല എന്ന് വെച്ചാൽ നാവ് എന്തല്ല
നാവിന് എന്തില്ല, എല്ലില്ല. പക്ഷേ അത് എല്ലുകളുടെ എണ്ണം കൂട്ടും. എന്താണ് ഇതുകൊണ്ട് ഈ ഹിക്കുമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ-ലിസാനു യുസബ്ബിബു കുല്ലു ആഫ. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി ആരാണ്? നാവാണ്. ലഹു അൽമുൻ ലൈസ ലഹു അൽമുൻ, അതിൻ്റെ എല്ലില്ല. വലാകിൻ യുകസിറുൽ ഇദാം, എല്ലുകളുടെ എണ്ണം കൂട്ടും. മൻ തുർജുമ റിവായത്ത് ഷമ്മീൻ ഇലാ ലുഗത്തിൽ അറബിയ. ഷമ്മീനെ അറബിയിലേക്ക് മാറ്റിയത് ആരാണ്? നമ്മുടെ സ്വന്തം ഡോക്ടർ മൊഹിയുദ്ദീൻ ആലുവായിയാണ്. മൈൻ ഐന സലാം മൊഹിയുദ്ദീൻ ആലുവായി ഷഹാദത്ത് അഫ്ളലുൽ ഉലമ മിൻ ജാമിയത്തി മദ്രാസ്. അതോടൊപ്പം ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത്? അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചത് മിൻ ജാമിയൽ അസ്ഹറാണ്. അതേപോലെ തന്നെ അവിടെയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് ഐന തുസ്തറു മജല്ലത്തു സൗത്തുൽ ഹിന്ദ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് ഇവിടെയാണ്, മിസ്റിലാണ്. ബിമിസ്വർ സിഫാരത്തിൽ ഹിന്ദി ബിമിസ്വർ എന്ന് ഉത്തരമേകാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്വാത്തു ഇന്നയാണ്. ഇന്ന, അന്ന, കന്ന, ലഖിന്ന, ലൈത്ത, ലാല. അതിന് ഉദാഹരണത്തിന് അശബാബു റാജിയുൻ എന്നുള്ളതിന് ഇങ്ങനെ മാറ്റാം: ലൈത്ത ശബാബു റാജിയുൻ, ലൈതൻ നസ്റു ഖരീബത്ത്, ലൈസൻ നസ്റു ഖരീബത്തൻ ഒക്കെ പറയാം. ലൈത്ത അന്നസ്റു ഖരീബ്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടേണ്ടതാണ്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് കമൻസിൽ എഡിറ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഇതിന് പിന്നാലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, അറബി മാത്രമല്ല, ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ഇതിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വോയിസിൽ നിങ്ങൾക്ക് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി എന്നിവ ഈസി ആയിട്ട് പഠിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും മോശമില്ലാത്ത രീതിയിൽ, ഇതിൽ ബെറ്റർ അല്ല എന്നാലും ആദ്യം ഞാൻ ചെയ്ത വീഡിയോസാണ്. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ ദുർബലമായ വീഡിയോകളിൽ എന്തുണ്ട്, കടയമായ അറിവുകളുണ്ട്. ആ അറിവുകൾ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ ഉറപ്പിച്ചു വരികയാണ്. അതുകൊണ്ട് ഈ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യണം. ഇത് ഫോളോ ചെയ്ത് അനുകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വ്യത്യസ്തമായ പുതിയ ഐഡിയകൾ കണ്ടുപിടിച്ച് പഠിക്കാൻ വളരെ മധുരമുള്ള വേ ആണ് ഇത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. സോ എൻ്റെ ഫ്രണ്ട്സ്, മൂന്നാമത്തെ ഭാഗത്തിനായി കാത്തിരിക്കൂ. നിങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ വിടുന്നു. ട്രിക് ടീച്ചർ. താങ്ക് യു.